അനീഷ്, ബിഗ് ബോസ് സുഖമല്ലേ? ബിഗ് ബോസ് എന്തൊക്കെയുണ്ട് അനീഷ്? സുഖമായിരിക്കുന്നു ബിഗ് ബോസ്. ബിഗ് ബോസിന് സുഖമാണോ? ഞാൻ സംസാരിക്കാൻ വിളിച്ചതാണ് അനീഷ്. ഓക്കെ ബിഗ് ബോസ്. ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ. എന്ത് തോന്നുന്നു അനീഷ്? അതാലോചിക്കുമ്പോഴാണ് ബിഗ് ബോസ് വിഷമം. നമുക്ക് ഈ ഷോ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? അത്രയ്ക്കും ഇവിടം ഇഷ്ടപ്പെട്ടോ അനീഷ്? ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി ബിഗ് ബോസ്. അനീഷ്, അധികമായാൽ അമൃതും വിഷമാണ്. എന്നാലും ഒരാഗ്രഹത്തിൻ്റെ മേലെ ചോദിച്ചതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ബിഗ് ബോസ്. ഇവിടെ ഉള്ളവരെയും ഈ വീടും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഏതൊരു നല്ല തുടക്കത്തിനും നല്ലൊരു അവസാനവും ഉണ്ടാകും. അതിൽ നിങ്ങളിൽ ഒരാൾ വിജയിക്കുകയും ചെയ്യും. ആ ലക്ഷ്യത്തിലോട്ടാകട്ടെ ഇനിയുള്ള നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും. തീർച്ചയായിട്ടും ബിഗ് ബോസ്, തീർച്ചയായിട്ടും. ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ അനീഷിന് എന്ത് തോന്നുന്നു? എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഈ ഷോയെ ഞാൻ കാണുന്നത്. ഞാൻ ആദ്യമേ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനോടും ഏഷ്യാനെറ്റിനോടും എൻ്റെ മോൾ ഷൈനോടും ജിയോ ഹോട്ട്സ്റ്റാറിനോടും തുടങ്ങി ഈ ബിഗ് ബോസുമായി അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എന്നെ ഈ ബിഗ് ബോസിലോട്ട് എടുത്തതും പിന്നെ എന്നെ ഈ വീട്ടിലോട്ട് ആദ്യമായിട്ട് പറഞ്ഞു വിട്ടതും, അപ്പോൾ അത്രമാത്രം എന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് ആദ്യം തന്നെ ബിഗ് ബോസ് ടീം എന്നെ കടത്തിവിട്ടു. അതൊക്കെ എനിക്ക് അത്രമാത്രം ആത്മാഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ ഷോയോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് എന്താ പറയുക, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു കാര്യം അതെനിക്ക് അത്രമാത്രം പ്രഷ്യസ് ആയിട്ടാണ്. എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയാണ് അത് പറഞ്ഞ് ബിഗ് ബോസിനെ ഫലിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അത്രമാത്രം ഞാനിവിടം ഇഷ്ടപ്പെടുന്നു. ഈ ഒരു വീട് ഇഷ്ടപ്പെടുന്നു. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നു. ബിഗ് ബോസ് തരുന്ന ഓരോ ടാസ്കുകളെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. കാലത്ത് എഴുന്നേൽക്കുന്നിടം മുതൽ രാത്രി കിടക്കുന്നിടം വരെ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ സന്തോഷമായിട്ടും ഞാൻ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ കാര്യത്തിലും എന്നെക്കൊണ്ട് ആവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. കുറഞ്ഞ തവണകൾ മാത്രം നോമിനേഷനിൽ വന്നിട്ടുള്ളെങ്കിലും ആ തവണയൊക്കെ അനീഷിനെ ഇവിടെ നിർത്തിയത് പ്രേക്ഷകരാണ്. അതിന് എനിക്ക് ആദ്യം തന്നെ പ്രേക്ഷകരോടാണ് നന്ദി പറയാനുള്ളത്. ഓരോ തവണ നോമിനേഷനിൽ വരുമ്പോഴും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിർത്തുന്നുണ്ടെങ്കിൽ അതിന് അവരോട് ഒരുപാട് സ്നേഹവും സന്തോഷവും പ്രേക്ഷകരോടുണ്ട്. 100 ദിവസം എത്തി നിൽക്കാറായപ്പം ഇത്രയും നാളിവിടെ നിർത്തിയെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ടും സ്നേഹവും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓരോ പ്രേക്ഷകരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നന്ദി മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വിശ്വാസം അർപ്പിച്ചുകൊണ്ടും എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുമാണ് ഓരോ പ്രേക്ഷകരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്നത്. അവരോടൊക്കെ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് പോലും എനിക്കറിയില്ല. കാരണം അത്രമാത്രം പരിചയമല്ലാത്ത ഒരു ഫേസ് ആയിരുന്നിട്ട് പോലും എന്നെ അറിയാവുന്ന ആളുകൾ വളരെ 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 ചുരുക്കമായിരിക്കും. എന്നിട്ടും എന്നെ സ്നേഹിക്കുകയും സപ്പോർട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്? ഇനിയും പ്രേക്ഷകരുടെ പിന്തുണയും വോട്ടും ഇല്ലാതെ ഒരടി പോലും വയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്, കൈ കൂപ്പിക്കൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്, വിനയത്തോടു കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഇത്ര നാളും തന്ന സപ്പോർട്ട് ഇനിയും തുടർന്ന് തരണം. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിന്നത്. സത്യസന്ധമല്ലാത്ത രീതിയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പല കാര്യങ്ങളിൽ എനിക്ക് തെറ്റ് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിൽ എനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് നെഗറ്റീവ്സ് എനിക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പല ആളുകളോടും മുഖം കറുത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്, വഴക്ക് കൂടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തിനാണ് ചെയ്തതെന്ന് തോന്നിയിട്ടുണ്ട്. പരമാവധി അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് ഞാൻ പോകാറുണ്ട്. തെറ്റുകൾ പല മനുഷ്യർക്കും സംഭവിക്കാറുണ്ട്. എന്താ പറയുക, അധികമൊന്നും സംസാരിക്കാത്ത ആളായിരുന്നു ഞാൻ. പരമാവധി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി മാറാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകാനൊക്കെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഫലവത്തായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് പ്രക്രിയ, മാറ്റങ്ങളുടെ ഒരു പ്രക്രിയ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഏറ്റവും കുറഞ്ഞ തവണ നോമിനേഷനിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ ഇവിടെ ഉള്ളവരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതിവിടെ എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളാണ് ബിഗ് ബോസ് ഇവിടെ നമ്മളെ പഠിപ്പിച്ചത്. ടൈം മാനേജ്മെൻറ്റ്, ഒരാളോട് എങ്ങനെ പെരുമാറണം, ഒരാളെ എങ്ങനെ നമ്മൾ സ്നേഹിക്കണം, എങ്ങനെ ഒരാളോട് സംസാരിക്കണം,
അങ്ങനെ ഒരുപാട് 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 എണ്ണിയാൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ ബിഗ് ബോസ് പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഒരുപാട് ഒരുപാട് താങ്ക്സ്.